ആ നീ എത്തിയാ? ഉമ്മ ഞാൻ സ്കൂൾ വിട്ടിട്ട് വരുമ്പോ ഇല്ലേ ആ വിജയേട്ടന്റെ വീട്ടിന്റെ മാവുമല്ല എത്രയാ കാക്കേന്റെ പടയേനു. അതെയാ, എത്രയോ കൊല്ലം മുമ്പുള്ള മാവാത്. അതിന് മേലെ ജിന്നുണ്ട് ചെത്താനുണ്ട് എന്നെല്ലാം പറയുന്നിട്ടുണ്ട്. അതുകൊണ്ട് മുറിക്കാൻ പേടിച്ചിട്ട് ആ മരം അങ്ങനെ അവിടെ ബാക്കിയായി പോയതാ. അതിന് വാങ്ങാൻ നിന്നേനോ അതിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നതിനൊന്നും ആരും ഇതുവരെ പ്രശ്നമൊന്നും പറയുന്നിട്ടില്ല. മോനെ കാക്കേനെ ഉപദ്രവിക്കാനൊന്നും പോണ്ടേ, വെറുതെ ദോഷം വാങ്ങി കൂട്ടണ്ട. സംഭവം കെട്ടുകഥയാണെങ്കിലും ഇതെല്ലാം കൊണ്ടാണ് നമ്മളെ നാട്ടിലെ കാടും മരങ്ങളും നിലനിന്നു പോകുന്നത്. നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ പൂർവികർ മെനഞ്ഞെടുത്ത കഥയാ മോനെ ഈ പ്രേതവും പിശാചും നാഗല്ലോ. നമ്മളെന്ത് ചെയ്യണോ, നമ്മളെ മരങ്ങളെയും വനങ്ങളെയും കാടുകളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. ഇന്ന് പരിസ്ഥിതി ദിനമല്ലേനാ, ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളില്. ഇപ്പോഴത്തെ ഉരുൾപൊട്ടലെല്ലാം കാരണം മരങ്ങളെ കുറിച്ച് കളയുന്നുണ്ടല്ലോ ഉപ്പ. അതുകൊണ്ട് അമ്മക്കെല്ലാം നടാൻ വേണ്ടിയിട്ട് ഓരോ തൈ അന്നിന് ഉപ്പ സ്കൂളിൽ നിന്ന് ഞാൻ പുറത്ത് വെച്ചിന്. എന്നാ വേണം നമുക്ക് അതുകൊണ്ടേറ്റ് പർവ്വത്ത് കുഴിച്ചിട്ടിട്ട് വരാലോ. എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓരോ വൃക്ഷത്തൈകളും നടും. അത് അടുത്ത വേനലാകുമ്പോഴേക്ക് കരിഞ്ഞു പോകും. നടുന്ന തൈകളെല്ലാം സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ പർവ്വതത്തിനെ നമുക്ക് ശുദ്ധമായി ശ്വസിച്ചൂടെ. മരം നടുന്നത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുന്നതിലല്ലട കാര്യം. നമ്മൾ നട്ട മരങ്ങൾ വളർന്ന് പന്തലിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഹീറോയിസം.